ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ അന്തിമ കൂടിയാലോചന ബുധനാഴ്ച. കേരളത്തിലെ നേതാക്കളിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായങ്ങൾ തേടി. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM ജില്ലാ കമ്മിറ്റി യോഗം അടുത്തയാഴ്ച ചേരും. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദുവിന്റെ തോൽവിയും തൃശൂർ മണ്ഡലത്തിൽ LDFന്റെ മോശം പ്രകടനവും യോഗത്തിൽ ചർച്ച ചെയ്യും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിൽ പ്രതികരണവുമായി P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്റെ പുതിയ പുസ്തകത്തിലേക്കുള്ള വിവരശേഖരണത്തിനാണ് ക്ഷേത്രം സന്ദർശിച്ചതെന്ന് വിശദീകരണം. കുരിയച്ചിറയിലെ ദേശായി ഹോംസിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനിടെ സമീപത്തെ വീടുകൾ തകർന്ന സംഭവത്തിൽ ഇടപെട്ട രാഷ്ട്രീയ കക്ഷികൾ LDF കൌൺസിലർമാർ സ്ഥലം സന്ദർശിച്ചു. BJP പ്രവർത്തകർ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. നടപടി TCB വാർത്തയെ തുടർന്ന്. ഈ മാസം 3-ന് നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. SSLC ഫലപ്രഖ്യാപനത്തിൽ തീരുമാനം ബുധനാഴ്ച. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശം. വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലും അഞ്ചങ്ങാടി വളവിലും അപ്രതീക്ഷിത വേലിയേറ്റം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാക്കൾക്ക് പരിക്ക്. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ തെരുവനായ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ അന്തിമ കൂടിയാലോചന ബുധനാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഒരാഴ്ചയായി. തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി ചർച്ചകളേറെ നടന്നു. തെരുവിൽ പ്രകടനങ്ങളും ഫ്ലക്സ് യുദ്ധവും കൊഴുത്തു. എന്നിട്ടും ഒറ്റ പേരിലേക്കെത്താൻ ഇനിയും കോൺഗ്രസ് നേതൃത്വത്തിനായില്ല. ഡൽഹിയിലെ അവസാനവട്ട ചർച്ചകളിൽ മുൻ KPCC അധ്യക്ഷന്മാർ, നിലവിലെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ അഭിപ്രായം നിർണായകമാകും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നേതാക്കളെ വെവ്വേറെ കണ്ടാണ് അഭിപ്രായം ആരാഞ്ഞിരിക്കുന്നത്. സഖ്യകക്ഷികളുടെ അഭിപ്രായവും ഹൈക്കമാൻഡ് വീണ്ടും തേടിയേക്കും. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ഘടകകക്ഷികൾ കടുത്ത അതൃപ്തിയിലാണ്. ചർച്ചകളുടെ ഭാഗമായി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. ലീഗിന്റെ നിലപാടും സംസ്ഥാനത്തെ സാഹചര്യവും പ്രിയങ്ക രാഹുലിനെ ധരിപ്പിച്ചു. MLA-മാരിലും MP-മാരിലും ബഹുഭൂരിപക്ഷവും KC വേണുഗോപാലിനൊപ്പമാണെന്നാണ് ഹൈക്കമാൻഡ് നിരീക്ഷകർ നൽകിയ റിപ്പോർട്ടിലുള്ളത്. അതേസമയം പൊതുജനവികാരം സതീശന് അനുകൂലമാണ് എന്നതാണ് ഒറ്റയടിക്ക് പ്രഖ്യാപനം നടത്തുന്നതിൽ നിന്ന് ഹൈക്കമാൻഡിനെ പിന്നോട്ട് വലിക്കുന്നത്. സീനിയോറിറ്റി പരിഗണിക്കണമെന്ന രമേശ് ചെന്നിത്തലയുടെ വാദവും നേതൃത്വത്തിന് മുന്നിലുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും മുതിർന്ന നേതാവ് AK ആന്റണിയുടെയും നിലപാട് നിർണായകമായേക്കും. ന്യൂസ് ഡെസ്ക് TCV. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM ജില്ലാ കമ്മിറ്റി യോഗം 19-നും 20-നും ചേരും. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദുവിന്റെ തോൽവിയും തൃശൂർ മണ്ഡലത്തിൽ LDFന്റെ മോശം പ്രകടനവും യോഗത്തിൽ പ്രത്യേകം ചർച്ച ചെയ്യും. UDFന് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ തൃശൂർ മണ്ഡലത്തിലെ സ്ഥിതി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ CPM ഏരിയ കമ്മിറ്റിക്ക് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർദ്ദേശം നൽകിയിരുന്നു. CPI സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചതെങ്കിലും CPMനെ സംബന്ധിച്ച വീഴ്ചകളും പാർട്ടി പരിശോധിക്കുകയാണ്. ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് തൃശൂർ ഏരിയ കമ്മിറ്റിയാണെന്നാണ് വിലയിരുത്തൽ. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 211 ബൂത്തുകളിൽ 168 ബൂത്തുകൾ ഉൾപ്പെടുന്നത് തൃശൂർ ഏരിയ കമ്മിറ്റിയിലാണ്. ഇതിൽ 73 ബൂത്തുകളിലും LDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 10 ബൂത്തുകളിൽ 50-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് LDFന് ലഭിച്ചത്. 11 ലോക്കൽ കമ്മിറ്റികളും 161 ബ്രാഞ്ചുകളും അടങ്ങുന്ന തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തൃശൂരിന് പുറമെ സംസ്ഥാന കമ്മിറ്റി അംഗം R ബിന്ദു മത്സരിച്ച ഇരിങ്ങാലക്കുടയിലെ തോൽവിയിലും പ്രത്യേക ചർച്ചയുണ്ടാകും. ജയിച്ചെങ്കിലും വൻതോതിൽ വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും CPM ജില്ലാ നേതൃയോഗം വിശദമായി പരിശോധിക്കും. TCV തൃശൂർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശനത്തിൽ വിശദീകരണവുമായി P. ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന തന്റെ പുതിയ പുസ്തകത്തിലേക്കുള്ള വിവരശേഖരണത്തിനായാണ് ക്ഷേത്രം സന്ദർശിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. കൊടുങ്ങല്ലൂർ കാവിൽ മാത്രമല്ല കേരളത്തിൽ അനേകം ആരാധനാലയങ്ങളിൽ പോയിട്ടുണ്ട്. അജ്മീർ ദർഗയിലും പോയി.
പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലും നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളിലും സന്ദർശനം നടത്തി. ഇതെല്ലാം ഭക്തി പ്രകടനമായല്ല, സമൂഹത്തെയും ചരിത്രത്തെയും ജനവിശ്വാസങ്ങളെയും കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങളായാണ് ഉപയോഗിച്ചതെന്നും പി ജയരാജൻ പറഞ്ഞു. കുരിയച്ചിറയിലെ സ്വകാര്യ പാർപ്പിട സമുച്ചയം ദേശായി ഹോംസിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനിടെ സമീപത്തെ വീടുകൾ തകർന്ന സംഭവത്തിൽ ഇടപെട്ട് രാഷ്ട്രീയ കക്ഷികൾ. കോർപ്പറേഷനിലെ LDF കൌൺസിലർമാർ സ്ഥലം സന്ദർശിച്ച് ഭീഷണി നേരിടുന്ന വീട്ടുകാർക്ക് ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകി. BJP ദേശായി ഹോംസ് കവാടത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നടപടികൾ TCV വാർത്തയെ തുടർന്ന്. ചൊവ്വാഴ്ച രാവിലെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരണിന്റെ നേതൃത്വത്തിൽ LDF കൌൺസിലർമാർ സ്ഥലം സന്ദർശിച്ചു. പ്രശ്നത്തിൽ മേയറുടെ സമീപനം പ്രതിഷേധാത്മകമാണെന്നും സമീപവാസികളുമായി ആലോചിച്ച് സമരപരിപാടികൾ തുടങ്ങുമെന്നും TR ഹിരൺ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന നമ്മുടെ പിറകുവശത്തുള്ള മണ്ണിടിഞ്ഞുകൊണ്ട് വലിയൊരു ദുരന്തം പോലും സംഭവിക്കാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതിന്റെ പരാതി മേയറടക്കമുള്ള ആളുകളെ, ഡിവിഷൻ കൗൺസിലർമാരടക്കമുള്ള ആളുകൾ ഇവിടുത്തെ ആളുകൾ സമീപിച്ചു. പക്ഷേ കൃത്യമായുള്ളൊരു മറുപടി മേയറടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകത്ത്. കൃത്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വിഷയങ്ങൾ തീർപ്പുണ്ടാക്കുക എന്നാണ് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പക്ഷേ മേയറുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തമല്ല ഉണ്ടായിട്ടുള്ളത്. ഇവരെ കാണാൻ പോലും ഇന്നലെ സമ്മതിച്ചിട്ടില്ല മേയറടക്കമുള്ള ആളുകൾ. അത് തികച്ചും ഒരു നിരുത്തരവാദപരമായ നിലപാടാണ്. അതിനെതിരായിട്ട് കൃത്യമായിട്ടൊരു പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് മെമ്മോ അടക്കം നൽകിക്കൊണ്ട് അതിന് നിർമ്മാണത്തെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TV ദാസൻ, ഏരിയ കമ്മിറ്റി അംഗം KM രാധാകൃഷ്ണൻ തുടങ്ങിയവരും കൗൺസിലർമാർക്കൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം BJP മേഖലാ പ്രസിഡന്റ് ബിജോയ് തോമസിന്റെ നേതൃത്വത്തിൽ BJP അഞ്ചേരി മേഖലാ കമ്മിറ്റി ദേശായി ഹോംസ് കവാടത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പ്രശ്നത്തിൽ മേയറുടെയും കൗൺസിലർമാരുടെയും സമീപനത്തെ BJP രൂക്ഷമായി വിമർശിച്ച് പ്രശ്നപരിഹാരത്തിന് പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകി. തങ്ങൾ നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് പരാതി പറയാൻ ചെന്നപ്പോൾ മേയർ താനല്ല ഫ്ളാറ്റ് സമുച്ചയം പണിതതെന്ന് പറഞ്ഞ് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയായിരുന്നുവെന്ന് പരിസരവാസിയായ വീട്ടമ്മ പറഞ്ഞു. മേയറെ കാണാൻ പോയപ്പോൾ ആൾക്ക് തിരക്കാന്ന് പറഞ്ഞത്. ആൾക്ക് തിരക്കെന്ന് പറഞ്ഞാൽ ആളെ കാണാൻ ചെല്ലുമ്പോൾ ആളോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആൾ പറയുന്നത് ഈ ബിൽഡിംഗ് വെച്ചത് ഞാനല്ല എന്നാണ് പറഞ്ഞത്. ആളുടെ അഭിപ്രായം അങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞത്, മറുപടി കൊടുത്തത് ഞങ്ങളുടെ ആൾക്കാർക്ക്. ഞാൻ കളക്ടറേറ്റിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ മേഡം ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഒപ്പിട്ടൊന്ന് വരാമെന്ന് പറഞ്ഞത്. നമുക്കിത് മൂലം കുട്ടികൾക്ക് അലർജി, ശ്വാസമുട്ട്, ന്യൂമോണിയ, ഇവിടുന്ന് മഴ പെയ്യുന്ന പോലെയാണ് സിമെൻറ്റുകളും പൊടികളും അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന എല്ലാത്തരം ആയുധങ്ങളും, അതായത് കമ്പി സംഭവങ്ങൾ അവരുപയോഗിക്കുന്ന എല്ലാതും നമ്മുടെ വീടുകളിലേക്ക് വീഴാണ്. ഇത്രയും സ്ലോങ്ങിൽ നിന്നാണ് വീണത്. എന്തോരം ഇതിലാണ് നമുക്ക് വീണെന്നറിയാം. അപ്പോൾ ഇത് ഇവർ തടിയായിട്ട് ഇവർ അതിൻ്റെ മുകളിൽ ഡ്രസ്സ് അടിച്ചു തരാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സ് അടിച്ചു തന്നാലും നമുക്ക് രോഗങ്ങൾ വിട്ടുമാറാത്തൊരവസ്ഥയാണ്. ദേശായി ഹോംസിന്റെ പാർപ്പിട സമുച്ചയ നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതിനിടെ ഒരു വീട് ഇടിഞ്ഞു വീഴുകയും മറ്റു വീടുകൾ ചുമരുകൾക്ക് വിള്ളൽ വീണ് ഏതു സമയവും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലായിരിക്കുകയുമാണ്. പ്രശ്നപരിഹാരത്തിന് പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച ദേശായി ഹോംസിന്റെ കവാടം ഉപരോധിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രദേശവാസികൾ സമരം ചെയ്തിരുന്നു. 4 പതിറ്റാണ്ടിലേറെയായി കുരിയച്ചിറ പാറക്കയറ്റം കനാലിനരികെയുള്ള പോപ്പ് ജോൺ സെക്കൻഡ് ബ്ലോക്കിൽ താമസിക്കുന്ന 10-ലേറെ കുടുംബങ്ങളാണ് വീട് തകരുമെന്ന ഭീഷണിയിൽ കഴിയുന്നത്. കനാലിനരികെ താമസിക്കുന്ന ഈ വീടുകളുടെ പിറകുവശത്താണ് ദേശായി ഹോംസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നിർമ്മാണത്തിനിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കല്ലും കമ്പിയും ഉൾപ്പെടെയുള്ളവ വീഴുന്നത് പതിവാണെന്ന് വീട്ടുകാർ പറഞ്ഞു. TCV തൃശൂർ. ഈ മാസം 3-ന് നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ക്രമക്കേട് വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ വർഷത്തെ നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കിയത്. മെഡിക്കൽ പ്രവേശനത്തിനായി വീണ്ടും പരീക്ഷ നടത്തും. ഇതിനായി വിജ്ഞാപനമിറക്കും. പുതിയ ഹാൾ ടിക്കറ്റ് ഉടൻ കുട്ടികൾക്ക് വിതരണം ചെയ്യും. ഒരിക്കൽ പരീക്ഷ എഴുതിയതിനാൽ പുതുതായി രജിസ്ട്രേഷൻ നടത്തേണ്ടതിന്റെയോ ഫീസ് അടയ്ക്കേണ്ടതിന്റെയോ ആവശ്യമില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിൽ തീരുമാനം ബുധനാഴ്ച. പരീക്ഷാ ബോർഡ് ബുധനാഴ്ച യോഗം ചേരും. ഈ മാസം 15-ന് ഫലം പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. ആറ്റത്ര പണിക്കത്ത് വീട്ടിൽ വിബിത സുനീഷ്, മുരിങ്ങത്തേരി വീട്ടിൽ മണികണ്ഠൻ എന്നിവരുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് ഇടിമിന്നലുണ്ടായത്. ഇരു വീടുകളിലെയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. മെയിൻ സ്വിച്ച്, മീറ്റർ ബോക്സ്, സ്വിച്ച് ബോർഡുകൾ, TV, സെറ്റ് ബോക്സ് എന്നിവ ഉപയോഗശൂന്യമായി. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിക്കുകയും തറയിലെ ടൈലുകൾ ഇളകിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. വാർഡ് മെമ്പർ ഫ്രിജോ വടുക്കൂട്ട് സംഭവസ്ഥലം സന്ദർശിച്ചു. ഇടവേള.
Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover Lavraico there, La Crème de la Fraîcheur. French Diary Ice Creams, a taste factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. പെരിഞ്ഞനത്ത് കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീട് തകർന്നു. ആറാട്ടുകടവ് ബീച്ച് പള്ളായി പ്രഹ്ലാദിന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. സംഭവ സമയം വീട്ടുകാർ വീടിന്റെ മറ്റൊരു ഭാഗത്തായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അപ്രതീക്ഷിത വേലിയേറ്റം. പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി. വലിയ തിരമാല വന്നതോടെ വിനോദസഞ്ചാരികൾ പരിഭ്രാന്തരായി. കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി. ചാവക്കാട് ബീച്ചിൽ അടിക്കടി ഉണ്ടാകുന്ന വേലിയേറ്റം മൂലം വെള്ളം കയറുന്നത് വ്യാപാരികൾക്കും സഞ്ചാരികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ അപ്രതീക്ഷിത വേലിയേറ്റം. മെയിൻ റോഡ് വെള്ളത്തിൽ മുങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P അഷ്കർ അലി, PV ദിലീപ് കുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാക്കൾക്ക് പരിക്ക്. ചാലക്കുടി ഹൌസിംഗ് ബോർഡിൽ താമസിക്കുന്ന കൈതയിൽ വത്സന്റെ മകൻ ധീരജ്, കുറ്റിച്ചിറ തൃക്കൂക്കാരൻ വീട്ടിൽ ആഷിൻ ആന്റോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഞ്ജു കൃഷ്ണ, ശ്രീമോൻ എന്നീ മറ്റ് 2 സുഹൃത്തുക്കളും കൂടിയാണ് ഇവർ ബൈക്കിൽ വൈശ്ശേരിയിലെത്തിയത്. വാളാറക്കുത്ത് വെള്ളച്ചാട്ട റോഡിലേക്ക് നടക്കുന്നതിനിടയിലാണ് ആനയുടെ ആക്രമണമെന്ന് പറയുന്നു. കാട്ടിൽ നിന്നുമെത്തിയ ആന ഇവരെ ഓടിക്കുകയായിരുന്നു. തിരിഞ്ഞോടിയ ആഷിനെയും ധീരജനെയും ആന പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ധീരജന്റെ നില ഗുരുതരമാണ്. രക്ഷപ്പെട്ട സുഹൃത്തുക്കൾ ഫാം ഉടമ ശ്രീകുമാറിനെ വിവരമറിയിക്കുകയും നാട്ടുകാരുടെ സഹായത്തോടെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ തെരുവ് നായ ആക്രമണം. കടങ്ങോട്, മനപ്പടി, തെക്കുമുറി എന്നിവിടങ്ങളിലും എരുമപ്പെട്ടി തിപ്പല്ലൂരിലും 6 വയസ്സുകാരൻ ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. തിപ്പല്ലൂർ സ്വദേശി തച്ചാട്ടിരി മനോജിന്റെ മകൾ അതിരിത, കാണിപ്പയ്യ സ്വദേശി അമ്പലത്തിങ്കൽ ബാബുരാജിന്റെ മകൻ ആദിദേവ്, കടങ്ങോട് സ്വദേശി ചുള്ളിവളപ്പിൽ ബാലൻ, മനപ്പടി സ്വദേശി പൂവത്തിങ്കൽ അനിലൻ, തെക്കുമുറി സ്വദേശികളായ സുരേന്ദ്രൻ, ചന്ദ്രൻ നായർ, സുവർണ എന്നിവർക്കാണ് കടിയേറ്റത്. കുട്ടികളായ അതിരതയ്ക്കും ആദിദേവിനും വീടിന്റെ പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് റോഡിൽ വെച്ചുമാണ് കടിയേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ തെരുവ് നായയുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ ഭയത്തോടെയാണ് കഴിയുന്നതെന്നും പഞ്ചായത്ത് അംഗം K ഗോവിന്ദൻകുട്ടി പറഞ്ഞു. 2 മാസം മുമ്പ് വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വയോധികയെ തെരുവ് നായ കടിച്ചു കൊന്നിരുന്നു. അപ്പൊ പട്ടി അറിയാണ്ട് ഓടി വന്നിട്ട് കടിച്ചു. പിന്നെ മാന്തും ചെയ്തു. ഇപ്പൊ ഇറങ്ങിക്കില്ല. അപ്പൊ പേടിച്ച അനങ്ങിയില്ല, കരഞ്ഞില്ല. ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ അവിടെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാള് കണ്ട കാരണം അറിഞ്ഞു, അല്ലെങ്കിൽ അറിയില്ലേനു. കാലത്ത് ഞാൻ പണിക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഒരു നായ കാല് വലത്തെ കാലം അങ്ങോട്ട് പൊങ്ങണില്ല. എന്താ വെച്ചിട്ട് നോക്കിയപ്പോ
നായ കടിച്ചു പിടിച്ചൊക്കെയാണ്. അതിന് മണ്ടയ്ക്ക് 2 അടി ഞാൻ കൊടുത്തപ്പോഴാണ് അത് വിട്ടത്. പിന്നെ ഇപ്പുറത്തെ കാലിന് മുകളിൽ പിടിക്കാൻ വന്നു. അപ്പം ഞാൻ അതിൻ്റെ തലയ്ക്ക് ഇട്ടിട്ട് നല്ലൊരു തങ്ങൂണി കൊടുത്തു. അപ്പോഴാണ് പാലത്തിന് മുകളിൽ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവർ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നായ എന്നെ കടിച്ചു എന്ന്. ഈ പ്രദേശത്ത് എരുമപ്പെട്ടി പ്രദേശത്ത് പൊതുവെ എരുമപ്പെട്ടിയും കടങ്ങോട് പരിസരത്തും പൊതുവെ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായിട്ട് മാസങ്ങളോളം മുന്നേ തന്നെ അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾ, ഇപ്പോൾ വെക്കേഷൻ കാലമായതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, അവധിക്കാലമായതുകൊണ്ട് അവർ ഓടലും കളിക്കലൊക്കെ നടക്കുമ്പോൾ ഈ തെരുവുനായ്ക്കളുടെ അക്രമം വളരെ രൂക്ഷമായിട്ടിരിക്കുകയാണ്. ഇത് പേളകിയ നായയാണോ എന്തോ അറിയില്ല, പക്ഷേ ഈ പ്രദേശത്ത് കാണാത്തൊരു നായയാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. എന്തായാലും സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അതിനൊരു പരിഹാരം എന്തായാലും തേടേണ്ടതുണ്ട്. ഗുരുവായൂർ അരിയന്നൂരിലെ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവത്തിൽ 8 പവൻ തിരികെ നൽകി മാപ്പപേക്ഷയുമായി മോഷ്ടാവ്. കേസ് പിൻവലിക്കണമെന്നും മോഷ്ടാവ് അഭ്യർത്ഥിക്കുന്നു. അരിയന്നൂർ പോക്കാക്കില്ലത്ത് ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീടിന്റെ പുറകുവശത്തു നിന്നാണ് സ്വർണ്ണാഭരണങ്ങളും ഒപ്പം മാപ്പപേക്ഷ എഴുതിയ കത്തും ലഭിച്ചത്. മോഷ്ടിച്ച 10 പവനിൽ 2 പവൻ ഇതിനോടകം വിറ്റതായും ബാക്കി 8 പവൻ തിരികെ നൽകുന്നതായുമാണ് കത്തിൽ പറയുന്നത്. മാപ്പു സ്വീകരിച്ച് മോഷണക്കേസ് പിൻവലിക്കണമെന്നും മോഷ്ടാവ് കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. പോലീസ് എത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മോഷ്ടാവിന് മാനസാന്തരമുണ്ടായത്. മോഷ്ടാവിന്റെ മുഖം CCTVയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ താൻ ഉടൻ പിടിയിലാകുമെന്ന് ഭയന്നാണ് സ്വർണം തിരികെ നൽകിയതെന്നാണ് കരുതുന്നത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്വർണ്ണാഭരണങ്ങളും കത്തും കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. മോഷ്ടാവിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. TCV ന്യൂസ്, ഗുരുവായൂർ. തീരദേശത്തെ അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് നിയുക്ത MLA KK വത്സരാജ് ആവശ്യപ്പെട്ടു. ജില്ലയുടെ തീരദേശ മേഖലയിൽ അവയവ കച്ചവടം നടത്തുന്ന മാഫിയ പിടിമുറുക്കിയിരിക്കുന്നതായി തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത്. പാവപ്പെട്ട മനുഷ്യരുടെ ദാരിദ്ര്യാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന അവയവ മാഫിയ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു. ഇത്തരം ആളുകളുടെ കൈകളിൽ കൂടുതൽ അകപ്പെടുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളാണ് എന്നതും ഏറെ ആശങ്കയോടെ കാണേണ്ട കാര്യമാണ്. ഈ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് KK വത്സരാജ് ആവശ്യപ്പെട്ടു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകൾ തുടരുന്നു. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി ദിനാചരണം നിയുക്ത MLA K രാജൻ ഉദ്ഘാടനം ചെയ്തു. എരവിമംഗലത്തെ അഴീക്കോട് സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ സുകുമാർ അഴീക്കോടിന്റെ ഛായാചിത്രത്തിൽ നിയുക്ത MLA പുഷ്പാർച്ചന നടത്തി. അഴീക്കോട് സ്മാരക മന്ദിരത്തിന്റെ നവീകരണ പ്രവർത്തികൾ ഈ വർഷം തുടങ്ങുമെന്ന് K രാജൻ അറിയിച്ചു. നവീകരണ പ്രവർത്തികൾക്കായി കഴിഞ്ഞ സർക്കാർ 2 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസി അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, M പീതാംബരൻ, K സുരേഷ് കുമാർ, PK അഭിലാഷ്, വിജീഷ് എടക്കുന്നി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരത സംസ്കൃതിയുടെ വക്താവും പ്രയോക്താവും കേരളത്തിന്റെ ജാഗ്രതയുടെ എക്കാലത്തെയും പ്രതിപക്ഷ നേതാവുമായിരുന്നു
സുകുമാർ അഴീക്കോടെന്ന് ജയരാജ് വാര്യർ പറഞ്ഞു. സുകുമാർ അഴീക്കോട് സ്മാരക സമിതി കേരള സാഹിത്യ അക്കാദമി ചിത്രശാലയിൽ സംഘടിപ്പിച്ച അഴീക്കോട് ജന്മദിന സ്മരണാഞ്ജലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമിതി ചെയർമാൻ രാജൻ തലോർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുനിൽ കൈതവളപ്പിൽ, കെ വിജയരാഘവൻ, ജഷിൻ പാലത്തിങ്കൽ, കവി PG പുതുരുത്തി, ചെങ്ങാലൂർ പൊതുമരാമത്ത് N രാജഗോപാൽ, KB പ്രമോദ്, അഡ്വക്കേറ്റ് സോജൻ ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത 66 തൃശൂർ റീച്ചിൽ പ്രവേശന കവാടങ്ങൾ അശാസ്ത്രീയമെന്ന് പരാതി. അശാസ്ത്രീയമായ ഈ സംവിധാനം യാത്രാക്ലേശം രൂക്ഷമാക്കുമെന്ന് ചാവക്കാട് മേഖലയിലെ നാട്ടുകാർ ആരോപിക്കുന്നു. ചാവക്കാട് ഭാഗത്തു നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മണത്തലയിൽ നിന്നാണ് നിലവിൽ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ പിന്നീട് 8.5 കിലോമീറ്റർ കഴിഞ്ഞ് അകലാട് ബദർപള്ളിക്ക് സമീപം മാത്രമേ ദേശീയപാതയിലേക്ക് അടുത്ത എൻട്രി പോയിന്റ് ലഭ്യമാകൂ. ഇതിനിടയിൽ 2 ഇടങ്ങളിൽ ദേശീയപാതയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യമില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇത് യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുകയാണെന്നും അപകടങ്ങൾക്ക് കാരണമാകുമെന്നും പൊതുപ്രവർത്തകനായ KK ഹംസക്കുട്ടി പറഞ്ഞു. റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഇതിനകം തന്നെ എക്സിറ്റ് ബോർഡുകളും എൻട്രി ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് തീർത്തും ജനങ്ങൾക്ക് ഒട്ടും സൗകര്യപ്രദമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ചാവക്കാട് നിന്ന് വരുമ്പോൾ മണത്തലയിൽ നൽകുന്ന എൻട്രി പിന്നീട് ഏകദേശം 8.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് മറ്റൊരു എൻട്രി ലഭ്യമാവുന്നത്. ഇത് തീർത്തും അശാസ്ത്രീയമാണ്. പാലം കയറുന്നതിന് മുന്നേ എക്സിറ്റും പാലം ഇറങ്ങുമ്പോൾ എൻട്രിയും വളരെ വ്യക്തമായി എല്ലാ പ്രദേശങ്ങളിലും കൊടുക്കുമ്പോൾ തൃശൂർ ജില്ലയിൽ അത്തരത്തിലുള്ളൊരു മാനദണ്ഡം പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഗുരുതരമായ അപാകത ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. റോഡ് നിർമ്മാണ സമയത്ത് അധികൃതർ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ജനപ്രതിനിധികൾ വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്നും ആരോപണമുണ്ട്. തൃശൂർ റീച്ചിലെ പ്രത്യേകമായ ഈ മാറ്റം ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികാരികൾ നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്. സംസ്ഥാനത്ത് ചില മദ്യ ബ്രാൻഡുകളുടെ വില കുറച്ചു. ജനകീയ ബ്രാൻഡുകൾക്ക് അടക്കം 10 മുതൽ 50 രൂപ വരെയാണ് വില കുറച്ചത്. ഓഫീസേഴ്സ് ചോയ്സ്, ഓൾഡ് മങ്ക്, ലേമൗണ്ട് ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളുടെ വിലയാണ് കുറച്ചത്. 50-ൽ അധികം ബ്രാൻഡുകൾക്ക് വിലക്കുറവ് ബാധകമാകും. പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. ബീവറേജസ് കോർപ്പറേഷന്റെ നിർദ്ദേശം ഷോപ്പുകളിലെത്തിയിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൽ വിലക്കുറവ് രേഖപ്പെടുത്തി. മദ്യക്കമ്പനികൾ വില കുറയ്ക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചില്ലറ വിൽപ്പന വിലയിലും കുറവ് വന്നത്. ചില ബ്രാൻഡുകളുടെ മദ്യം കമ്പനി പ്രതീക്ഷിച്ച വിൽപ്പന നടത്താതെ പല ഔട്ട്ലെറ്റുകളിലും കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അത്തരം ബ്രാൻഡുകളുടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായാണ് വില കുറച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നഴ്സസ് വാരാചരണത്തിന്റെ സമാപന സമ്മേളനം തൃശൂരിൽ നടന്നു. നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ജനറൽ ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച നഴ്സസ് ദിന റാലി NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P. സജീവ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് വിവേകോദയം സ്കൂളിൽ നടന്ന നഴ്സസ് വാരാചരണത്തിന്റെ സമാപന സമ്മേളനം കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ട് RS രാജേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ നഴ്സിംഗ് ഓഫീസർ MS ഷീജ, ഡോക്ടർ നിർമ്മൽ, തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ റീന A. തങ്കരാജ്, ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ D. ജയദേവി, KGNA സംസ്ഥാന ട്രഷറർ NB സുധീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി സാന്റോ സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനത്തിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്ന നഴ്സുമാർ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 57 ദിവസമായി ആശുപത്രി പടിക്കൽ സമരം നടത്തുന്ന തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെയും അമല ആശുപത്രിയിലെയും 1500ഓളം വരുന്ന നഴ്സുമാർ സംയുക്തമായാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ വായ് മൂടിക്കിട്ടി ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ഉപവാസ സമരം UNA ദേശീയ സെക്രട്ടറി NV സുദീപ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷന്റെ അധ്യാപക സംഘടനാ സെക്രട്ടറി VM നിത, UNA ജില്ലാ പ്രസിഡന്റ് ടിൻഡു തോമസ്, സെക്രട്ടറി ലിജോ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു. ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നിയുക്ത MLA രാജൻ J. പല്ലൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് മിനി ആന്റണി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ് മുഖ്യാതിഥിയായി. പ്രജാപതി ബ്രഹ്മകുമാരി ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി.
നഴ്സിംഗ് മേഖലയിൽ മാതൃകാപരമായ സേവനങ്ങൾ കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ആശുപത്രി പ്രസിഡന്റ് ടി.കെ. പൊറിഞ്ചു, വൈസ് പ്രസിഡന്റ് ഇ. സത്യഭാമ, ആശുപത്രി ഭരണസമിതി അംഗങ്ങളായ സി.കെ. വിനോദ്, കെ.എസ്. ജോൺസൺ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ. രാമദാസ്, ആശുപത്രി സെക്രട്ടറി എം.എസ്. സന, ഹെഡ് നഴ്സ് ഡെയ്സി വിൻസെന്റ്, ജില്ലാ സഹകരണ ആശുപത്രി നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ ബി.ജെ. ലിനറ്റ് എന്നിവർ പങ്കെടുത്തു. പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ നേതൃത്വത്തിൽ നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു. അയ്യന്തോൾ കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാഘോഷം ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി. സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ ഫ്ലെമി ജോസ് അധ്യക്ഷത വഹിച്ചു. മ്യൂസിക്കൽ വൈഫ് വിന്നർ സാദിയ ഉല്ലാസ് വിശിഷ്ടാതിഥിയായിരുന്നു. ഡോക്ടർ സുജ അലോഷ്യസ് നഴ്സസ് ദിന സന്ദേശം നൽകി. ഡാർലി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സന്തോഷ് ജോർജ്, സി.യു. ഖദീജ ബീവി, എസ്. ജിജി തുടങ്ങിയവർ പങ്കെടുത്തു. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് ഭക്തജനപ്രവാഹം. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും നടന്നു. 100,000 പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കിയിരുന്നത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശിയെ ഉപദ്രവിച്ച് മൊബൈൽ ഫോണും പണവും കവർച്ച ചെയ്ത 4-അംഗ സംഘം പിടിയിൽ. പത്തനാപുരം ചവറുകുന്ന് സ്വദേശിയായ ഷാഹി, വടൂക്കര സ്വദേശികളായ ഏറത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ്, ഷാജഹാൻ, കുറ്റിപ്പുറം കാലടി സ്വദേശി കറുത്തേടത്ത് വീട്ടിൽ ഷമീർ എന്നിവരെയാണ് ടൗൺ ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. ഏപ്രിൽ 29-ന് ശക്തൻ സ്റ്റാൻഡിന് പരിസരത്ത് വെച്ച് പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശിയെ ദേഹോപദ്രവം ചെയ്ത് മൊബൈൽ ഫോണും 4,500 രൂപയും കവർച്ച ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SDTU 5ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം തൃശൂരിൽ നടന്നു. ടൗൺഹാളിൽ നടന്ന സമ്മേളനം SDTU ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് എ. വാസു അധ്യക്ഷത വഹിച്ചു. SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്, പി. അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ട് ആറ്റം ബോംബ് വരെ പ്രയോഗിക്കുന്ന ഒരു യുദ്ധത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വൻകിടക്കാരുടെ കുതിപ്പിൽ തളർന്ന് കുന്നംകുളത്തെ നോട്ട് ബുക്ക് വ്യവസായം. 243 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 25 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച വർണ്ണാഭമായ ചട്ടകളുള്ള കുന്നംകുളം പുസ്തകങ്ങൾ ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഹരമായിരുന്നു. യന്ത്രങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് ഓരോ ബൈൻഡിംഗ് യൂണിറ്റും 100 കണക്കിന് കുടുംബങ്ങളുടെ അന്നമായിരുന്നു. പേപ്പർ മടക്കാനും തുന്നാനും ഒട്ടിക്കാനുമായി ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറി. 243 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് കഷ്ടിച്ച് 25 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ വരവോടെയാണ് കുന്നംകുളത്തെ ചെറുകിട യൂണിറ്റുകൾ പ്രതിസന്ധിയിലായത്. ആധുനിക യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ വലിയ തോതിൽ ഉൽപാദനം നടത്തുന്ന ഈ കമ്പനികളോട് മത്സരിക്കാൻ പഴയ രീതിയിലുള്ള ബൈൻഡിംഗ് യൂണിറ്റുകൾക്ക് സാധിക്കുന്നില്ല. ഭൂരിഭാഗം തൊഴിലാളികളും മറ്റു മേഖലകളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. 1 കിലോ പേപ്പറിന് 90 രൂപ നൽകി പുസ്തകം നിർമ്മിക്കുമ്പോൾ ഒരു പുസ്തകത്തിന് 23 മുതൽ 28 രൂപ വരെ മാത്രമാണ് നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതേ പുസ്തകം വിപണിയിൽ 70 രൂപയ്ക്കാണ് വിൽക്കപ്പെടുന്നത്. വൻകിട കമ്പനികളുടെ പുസ്തകങ്ങൾക്ക് 6 മുതൽ 15 രൂപ വരെ വില കൂടുതലുണ്ടായിട്ടും ലഭ്യതയുടെ പേര് പറഞ്ഞ് കച്ചവടക്കാർ പ്രാദേശിക നിർമ്മാതാക്കളെ ചൂഷണം ചെയ്യുകയാണ്. ചിതറിക്കിടക്കുന്ന ചെറുകിട യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് ആധുനിക വിപണന രീതികളുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ കുന്നംകുളത്തിന്റെ അക്ഷരപ്പെരുമ ഭാവിയിലേക്കും നിലനിർത്താൻ സാധിക്കൂ. TCV കുന്നംകുളം. മണ്ണുത്തി നെട്ടിശ്ശേരിയിൽ പലചരക്ക് കടയുടമയായ സ്ത്രീയുടെ മാല കവർന്ന പ്രതിയെ കൊരട്ടി പോലീസ് സാഹസികമായി പിടികൂടി. വില്ലടം സ്വദേശി റിജോ വിൻസനാണ് അറസ്റ്റിലായത്. പ്രൊബേഷൻ SI അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
CPOമാരായ NV ശ്രീജിത്ത്, ആന്റണി ജിതിൻ, TC ഗോകുൽ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. നെട്ടിശ്ശേരിയിൽ പലചരക്ക് കട നടത്തുന്ന ജയശ്രീയുടെ 4 പവന്റെ മാലയാണ് ബൈക്കിലെത്തിയ മോഷ്ടാവ് പൊട്ടിച്ചെടുത്തത്. അയ്യന്തോൾ കാർത്തിയാനി ക്ഷേത്രം മതിൽക്കെട്ടിനകത്തു നിന്നും പാമ്പുകളെ പിടികൂടി. പെരുമ്പാമ്പിനെയും പാമ്പിൻ കുഞ്ഞുങ്ങളെയുമാണ് പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ ഡിവൈഎസ്പി ഓഫീസിൽ പരാതിയുമായി എത്തിയ സ്ത്രീയെ പിന്തുടർന്നെത്തിയ ഭർത്താവ് പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിലെ CPO ഹുസൈനെയാണ് തമിഴ്നാട് സ്വദേശി മുരുകൻ കയ്യേറ്റം ചെയ്തത്. തനിക്കെതിരെ പരാതി പറയാനെത്തിയ ഭാര്യയെ പിന്തുടർന്നെത്തിയ മുരുകൻ സംഭവം ചോദിച്ചറിയുകയായിരുന്ന ഹുസൈനെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയുമായിരുന്നു. പാചകവാതക ദൗർലഭ്യതയ്ക്കും വില വർധനവിനുമെതിരെ INTUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ആവോക്കാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേരി ജോളി, VM ഷംസുദ്ദീൻ, AT ജോസ്, KK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,115 രൂപ, പവന് 1,12,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ അന്തിമ കൂടിയാലോചന ബുധനാഴ്ച. കേരളത്തിലെ നേതാക്കളിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായങ്ങൾ തേടി. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM ജില്ലാ കമ്മിറ്റി യോഗം അടുത്തയാഴ്ച ചേരും. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദുവിന്റെ തോൽവിയും തൃശൂർ മണ്ഡലത്തിൽ LDFന്റെ മോശം പ്രകടനവും യോഗത്തിൽ ചർച്ച ചെയ്യും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിൽ പ്രതികരണവുമായി P ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്റെ പുതിയ പുസ്തകത്തിലേക്കുള്ള വിവരശേഖരണത്തിനാണ് ക്ഷേത്രം സന്ദർശിച്ചതെന്ന് വിശദീകരണം. കുരിയച്ചിറയിലെ ദേശായി ഹോംസിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനിടെ സമീപത്തെ വീടുകൾ തകർന്ന സംഭവത്തിൽ ഇടപെട്ട് രാഷ്ട്രീയ കക്ഷികൾ. LDF കൌൺസിലർമാർ സ്ഥലം സന്ദർശിച്ചു. BJP പ്രവർത്തകർ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. നടപടി TCV വാർത്തയെ തുടർന്ന്. ഈ മാസം 3-ന് നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. SSLC ഫലപ്രഖ്യാപനത്തിൽ തീരുമാനം ബുധനാഴ്ച. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശം. വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലും അഞ്ചങ്ങാടി വളവിലും അപ്രതീക്ഷിത വേലിയേറ്റം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാക്കൾക്ക് പരിക്ക്. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ തെരുവുനായ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്